ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടന്നേക്കുമെന്ന ആശങ്കയ്ക്ക് ശക്തി വർദ്ധിച്ചതോടെ ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റിരിക്കുന്നത് യുഎഇക്കാണ്. വിമാനങ്ങൾ പലതും റദ്ദാക്കപ്പെട്ടതോടെ ഒഴിവുദിനങ്ങൾ ആഘോഷിക്കാൻ ദുബായിലെത്തിയ വിദേശികൾ അതിവേഗം സ്ഥലം കാലിയാക്കാനുള്ള തന്ത്രപ്പാടിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ചൊവ്വാഴ്ചയിലെ ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഏത് നിമിഷവും ഒരു വൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന ആശങ്കയിലാണ് ലോക ജനത. അതിനിടയ്ക്കാണ് യുഎഇയിലേക്ക് കൂടുതൽ ദുരിതങ്ങൾ. ലെബനിലെ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് പ്രതികാരമായി ചൊവ്വാഴ്ച 180-ലധികം മിസൈലുകളായിരുന്നു ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. എന്നാൽ ഇസ്രായേലിന്റെ ശക്തമായ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ അവയ്ക്ക് കഴിഞ്ഞില്ല. ഒരു ഫലസ്തീനിയൻ പൗരൻ കൊല്ലപ്പെട്ടതൊഴിച്ചാൽ കാര്യമായ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടാക്കാൻ ഈ ആക്രമണത്തിന് കഴിഞ്ഞില്ല. ഇതിന് ഇസ്രായേൽ എപ്പോഴാണ് പകരം വീട്ടുന്നത് എന്നാണ് ലോകം മുഴുവൻ ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. ഇറാൻ കാണിച്ചത് വിഡ്ഢിത്തമാണെന്നും അതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ എണ്ണപ്പാടങ്ങളും ആണവോർജ്ജ കേന്ദ്രങ്ങളുമായിരിക്കും ഇസ്രായേലിന്റെ ഉന്നം എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ഈ പ്രതിസന്ധി മൂർച്ഛിച്ചു വരുന്നതിനിടയിൽ എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള പല പ്രധാന വിമാന കമ്പനികളും ദുബായ്, ഒമാൻ, കുവൈറ്റ്, ഇറാഖ്, ഇറാൻ, ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള പല സർവീസുകളും റദ്ദു ചെയ്തിരിക്കുകയാണ്. ദുബായിൽ നിന്നും മറ്റും ലക്ഷ്യങ്ങളിലേക്കുള്ള കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾ റദ്ദാക്കപ്പെട്ടതോടെ പല ബ്രിട്ടീഷുകാരും ദുബായിൽ കുരുങ്ങിക്കിടക്കുകയാണെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതോടെ ദുബായിലേക്കുള്ള സന്ദർശകരുടെ ഒഴുക്ക് ഏതാണ്ട് നിലച്ച മട്ടാണ്. ദുബായ് വഴി ട്രാൻസിറ്റ് ചെയ്ത് ഇറാഖ്, ഇറാൻ, ജോർദാൻ എന്നിവിടങ്ങളിലേക്ക് പോകാനുള്ളവരെ വിമാനത്താവളങ്ങളിൽ നിന്ന് തന്നെ തിരിച്ചയക്കുകയാണ്. റഷ്യൻ, യുക്രൈൻ ആകാശങ്ങൾ പാശ്ചാത്യ വിമാനങ്ങൾക്കായി അടച്ചതിനാൽ ഇപ്പോൾ യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കുള്ള യാത്ര ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ ക്ലേശകരമാവുകയാണ്. ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച അതിരാവിലെയുമായി യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് പറന്ന പല വിമാനങ്ങളും ഏറെ തടസ്സങ്ങൾ നേരിട്ടു. ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന പ്രധാന വിമാന കമ്പനിയായ എമിറേറ്റ്സും ഖത്തർ എയർവേസും ഡസൻ കണക്കിന് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടിരുന്നു. ബ്രിട്ടീഷ് എയർവേസിനെയും ഇത് ബാധിച്ചിട്ടുണ്ട്. ലണ്ടനിലെ ഹീത്രൂവിൽ നിന്നും ദുബായിലേക്ക് പറന്ന വിമാനം വഴിമധ്യേ സൈപ്രസിലെ ലാർനാക്കയിലേക്ക് തിരിച്ചുവിട്ടു. അവിടെ നിന്നും വീണ്ടും ഇന്ധനം നിറച്ചിട്ടാണ് യാത്ര തുടർന്നത്. അതുപോലെ സിംഗപ്പൂരിൽ നിന്നും ഹീത്രൂവിലേക്കുള്ള വിമാനം സാധാരണ റൂട്ട് അടച്ചതിനാൽ ദുബായ് വഴി തിരിച്ചുവിടേണ്ടതായിരുന്നു. സാധാരണയായി യൂറോപ്പിൽ നിന്നുള്ള വിമാനങ്ങൾ ഗൾഫ് നാടുകളിലേക്കോ തെക്കൻ ഏഷ്യയിലേക്ക് പറക്കുന്നത് ജർമ്മനി, ഓസ്ട്രിയ, ബാൾക്കൻ, തുർക്കി വഴിയാണ്. പിന്നീട് സിറിയ കഴിഞ്ഞ് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് തിരിയും. പിന്നീട് അതിന്റെ സാധാരണ മാർഗം ഇറാഖോ ഇറാനോ വഴി ഗൾഫ് നാടുകളിലേക്കുള്ളതാണ്. എന്നാൽ ഇറാന്റെ മിസൈൽ ആക്രമണം കാരണം വ്യോമമാർഗം അടച്ചതോടെ കൂടുതൽ ദൈർഘ്യമേറിയ റൂട്ടുകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണിപ്പോൾ ഉള്ളത്. ഉദാഹരണത്തിന് അതിരാവിലെ ലണ്ടനിൽ നിന്നും ദോഹയിലേക്ക് ഇന്നലെ പോയ ഖത്തർ എയർവേസ് തെക്ക് കിഴക്ക് ദിശയിലേക്ക് പറന്ന് ഏതൻസ് വഴി കിഴക്കൻ മെഡിറ്ററേനിയന് മുകളിലൂടെ ഈജിപ്ത് സിനായ് ഉപദ്വീപ് വഴി ചെങ്കടലിന് മുകളിലെത്തി കിഴക്കോട്ട് തിരിഞ്ഞ് സൗദിയുടെ മധ്യത്തിലൂടെ പറന്നാണ് ദോഹയിലെത്തിയത്. ഇതുവഴി യാത്രാ ദൂരത്തിൽ 500 മൈൽ അധികമായി കൂട്ടിച്ചേർക്കപ്പെട്ടു.